കിങ്ഡം എന്ന സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഥയിലേക്ക് വന്നാൽ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ലീ വൈദ്യരുടെ ആശ്രമമാണ്. ഇന്നലെ ആളുകൾ സോംബികളായത് ഇവിടെ വെച്ചാണ്. അതിനു മുന്നിലായി നമ്മുടെ യുവരാജാവും അംഗരക്ഷകനും നിൽക്കുന്നു. വൈദ്യശാലയാണെങ്കിലോ തുറക്കാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. മതിലിനു മുകളിലായി കുറെ മുള കൊണ്ടുണ്ടാക്കിയ കുന്തങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു. കുന്തത്തിലും ഡോറിലുമായി രക്തം പുരണ്ടിരിക്കുന്ന യുവരാജാവ് കാണുന്നു. ഇത് കണ്ട അംഗരക്ഷകൻ തിരുമനസെ അങ്ങ് ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു വൈദ്യശാലയുടെ ഡോറിന് മുന്നിലായി തുറക്കാതിരിക്കാൻ വെച്ചിരുന്ന തടികളും സാധനങ്ങളും എല്ലാം മാറ്റി ഡോർ തുറക്കാൻ നോക്കി. പക്ഷെ പറ്റുന്നില്ല. ചവിട്ടിയും മുന്തിയും നോക്കി, ഡോർ തുറന്നില്ല. അവസാനം അയാൾ വൈദ്യശാലയുടെ കൂറ്റൻ മതിൽ ചാടിക്കടന്നു. വൈദ്യശാലയുടെ അകത്ത് ആരെയും തന്നെ കാണുന്നില്ല. ഡോർ അകത്ത് നിന്നായിരുന്നു പൂട്ടിയിരുന്നത്. അങ്ങനെ അയാൾ ഡോർ തുറന്ന് രാജകുമാരനെ അകത്തേക്ക് കയറ്റുന്നു. അകത്ത് കയറി നോക്കി അവർ കാണുന്നത് എല്ലാ സ്ഥലത്തും കൂടുതൽ മുളകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വൈദ്യശാലയ്ക്കകത്ത് സാധനങ്ങളെല്ലാം മലങ്കോലമായി കിടക്കുന്നു. എല്ലാ സ്ഥലത്തും രക്തം. ഇത് കണ്ട അംഗരക്ഷകൻ പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നവർക്ക് ഭയാനകമായ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. യുവരാജാവ് പറഞ്ഞു, ഇത്രയും ദൂരം വന്നിട്ട് വൈദ്യർ ലീയെ കാണാതെ പോകാൻ പറ്റില്ല. അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് മുന്നിലേക്ക് നടന്ന യുവരാജാവ് അവിടുത്തെ ഒരു പലക പൊട്ടി താഴേക്ക് വീണു. താഴെ വീണ യുവരാജാവ് പെട്ടെന്നൊരു കാര്യം കാണുന്നു. ആ കെട്ടിടത്തിനടിയിൽ ഒരുപാട് ശവശരീരങ്ങൾ പരസ്പരം ബന്ധിച്ച രീതിയിൽ കണ്ടു. ഇത് കണ്ട യുവരാജാവും അംഗരക്ഷകനും കൂടി അതിനെ വലിച്ചു പുറത്തെടുക്കുന്നു. അതിനുശേഷം ഈ വിവരം ഗ്രാമത്തലവനെ അറിയിക്കുന്നു. അവിടെ നിന്ന് കുറെ ഭടന്മാർ വന്ന് ശവശരീരങ്ങളിൽ നിന്നും കെട്ടെല്ലാം അടിച്ച് പ്രത്യേകം വേർതിരിച്ചു വെക്കുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ അടുത്ത് കാണിക്കുന്നത് ഗ്രാമത്തലവന്റെ വസതിയാണ്. അവിടെ ഒരു പാർട്ടി നടക്കുകയാണ്. പുതുതായി നിയമിതനായ ഗ്രാമത്തലവന് വേണ്ടിയുള്ളതാണത്. ജനങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നേതാക്കന്മാർക്ക് കഴിക്കാൻ ആവശ്യത്തിലധികം ഭക്ഷണവും എല്ലാം ഉണ്ട്. പെട്ടെന്ന് അവിടേക്ക് ഒരു സേവകൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഒരു വലിയ വിപത്ത് സംഭവിച്ചിരിക്കുന്നു. ഇത് കേട്ട് എല്ലാവരും വേഗത്തിൽ കൊട്ടാരത്തിന് പുറത്തേക്ക് വന്നു. പുറത്തായി നിറയെ ശവശരീരങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. ഗ്രാമത്തലവന്റെ വസതിക്ക് മുന്നിലായാണ് ഇപ്പോൾ ശവശരീരങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത്. ഇത് കണ്ട ഗ്രാമത്തലവൻ, ഇയാളുടെ പേര് ബിയോം പാഹൽ എന്നാണ്, ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഈ കഥാപാത്രങ്ങളുടെ ജോലി പറയുന്നത്. ഗ്രാമത്തലവൻ പറഞ്ഞു, ഞാൻ നിയമിതനായതിനു ശേഷമുള്ള ആദ്യത്തെ കേസാണിത്. ഇതിന് കാരണമായ എല്ലാവരെയും കണ്ടെത്തി ശിക്ഷിക്കുന്നതാണ് ഞാൻ എന്ന് പറയും. എന്നിട്ട് കുറ്റവാളികളെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സൈനിക മേധാവി പറയും, ഒരാളെ സംശയമുണ്ട്. യാങ്ഷിൻ നമ്മുടെ സെക്കൻഡ് ഹീറോ ആണ്. അയാൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഗ്രാമങ്ങളിൽ എല്ലാ സ്ഥലത്തും നടന്ന് മുളം കമ്പുകൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു. വൈദ്യശാലയ്ക്ക് ചുറ്റും മുള കൊണ്ടുണ്ടാക്കിയ കുന്തങ്ങൾ ധാരാളമായി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഗ്രാമത്തിലേക്ക് സൈന്യാധിപനും പടയാളികളും എത്തിക്കഴിഞ്ഞിരുന്നു യുവരാജാവിനെ പിടികൂടാനായി. അവർ മൂന്നായി തിരിഞ്ഞ് യുവരാജാവിനായി തിരച്ചിൽ നടത്തുന്നു. ഇവിടെ യുവരാജാവും അംഗരക്ഷകനും കൂടി വൈദ്യശാലയിലെ സ്ഥിരമായി മരുന്നെത്തിച്ചിരുന്ന ആളുടെ വീട്ടിലാണ്. കാരണം മരിച്ചവരുടെ കൂട്ടത്തിൽ ലീ വൈദ്യരില്ല. മരുന്നെത്തിക്കുന്ന ആളിൽ നിന്നും എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയാനാണ് അവരവിടെ എത്തിയത്. അവിടെ വെച്ചാണ് അവർ അറിയുന്നത് വൈദ്യശാലയിൽ ഒരു ചികിത്സകർ ഇവിടെ വന്നിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ സിയോബിയാണ്. അവൾ അയാളോട് മൃതസഞ്ജീവനി ചെടിയെക്കുറിച്ച് ചോദിക്കാനാണ് അവിടെ വന്നത്. അതിന് യുവരാജാവ് ചോദിച്ചു, മൃതസഞ്ജീവനിയോ, അതെന്തിനാണെന്ന് ചോദിച്ചു. അതിന് മരിച്ചുപോയവരെ ജീവിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്ന് പറയും. ഇത് കേട്ട യുവരാജാവിന് എന്തൊക്കെയോ സംശയം തോന്നുന്നു. അവളെ ഇപ്പോൾ എവിടെ ചെന്നാൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിന് അയാൾ പറഞ്ഞു, മഞ്ഞു വീഴുന്ന താഴ്വര. ഒരു പക്ഷേ അവിടെ ചെന്നാൽ അവളെ കാണാൻ സാധിക്കും. കാരണം മൃതസഞ്ജീവനി ചെടി അവിടെയാണ് വളരുന്നത്. അങ്ങനെ അവർ കാടും മലയും താണ്ടി മഞ്ഞു വീഴുന്ന താഴ്വരയിലെത്തി. അവിടെ ഒരു ഗുഹയ്ക്ക് മുന്നിലായി അവർ വന്നു നിന്നു. ഗുഹയ്ക്കുള്ളിലായി എന്തോ ശബ്ദം കേട്ട് അവർ നോക്കിയപ്പോൾ അതിനകത്തായി നമ്മുടെ സിയോബി എന്തോ തിരയുന്നതായി കാണാം. അംഗരക്ഷകൻ ചോദിച്ചു, നിങ്ങളാണോ സിയോബി, വൈദ്യശാലയിൽ നിന്നും രക്ഷപ്പെട്ട ചികിത്സകൻ? അവൾ പതിയെ തിരിഞ്ഞു നോക്കി. അവളോട് പുറത്തേക്ക് വരാൻ പറയും. പുറത്തേക്ക് വന്ന അവളോട് വൈദ്യർ ലീ എവിടെയെന്ന് ചോദിച്ചു. അവൾ തലേ ദിവസം നടന്ന സംഭവങ്ങളിൽ ഞെട്ടലിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. യുവരാജാവ് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത്. ലീ വൈദ്യരെ ഞങ്ങൾക്ക് കണ്ടേ തീരൂ എന്ന് പറയും. സിയോബി പറഞ്ഞു, വൈദ്യർ ലീയ്ക്കും ആ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്ന് പറയും. അംഗരക്ഷകൻ ചോദിച്ചു, അദ്ദേഹവും മരണപ്പെട്ടെന്നാണോ നീ പറയുന്നത്? സിയോബി പറഞ്ഞു, ഇതിനെല്ലാം കാരണം മൃതസഞ്ജീവനി ചെടിയാണ്. ഹന്യാങ്കിലും വൈദ്യശാലയിലും സംഭവിച്ചതിനെല്ലാം കാരണം ആ ചെടിയാണെന്നാണ് വൈദ്യർ ലീ പറഞ്ഞത്. യുവരാജാവ് ചോദിച്ചു, വൈദ്യശാലയിൽ അത്രയും പേര് മരിച്ചത് ആ ചെടി കാരണമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സിയോബി ഞെട്ടി. എന്നിട്ട് ചോദിച്ചു, വൈദ്യശാലയിൽ ആളുകൾ മരണപ്പെട്ട കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ അവരെ കണ്ടോ എന്ന് ചോദിച്ചു. അംഗരക്ഷകൻ പറഞ്ഞു, അതെ, ഞങ്ങൾ ആ ശവശരീരങ്ങൾ കണ്ടു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ മൃതദേഹങ്ങളെല്ലാം ന്യായാധിപന്റെ കാര്യത്തിലേക്ക് കൊണ്ടുപോയി. സിയോബി പറയും, ഇല്ല, അവരാരും മരിച്ചിട്ടില്ല. നമ്മൾ അവരെ തടങ്ങിയേ തീരൂ എന്ന് പറയും. ശരിക്കും ഇതിലെ സോംബികൾക്ക് സൂര്യപ്രകാശത്തെ പേടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പകൽ സമയം ഉറങ്ങുകയും രാത്രി ഉണരുകയുമാണ് ചെയ്യുന്നത്. അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ യാങ്ഷിൻ വൈദ്യശാലയിലേക്ക് കുറച്ച് മുളവടികളുമായി വരുന്നതാണ്. വൈദ്യശാലയുടെ ഡോർ തുറന്നു കിടക്കുന്നത് യാങ്ഷിൻ കാണുന്നു. അതിന് മുന്നിലായി ആളുകൾ നിൽക്കുന്നു. ഇത് കണ്ട യാങ്ഷിൻ ഭയന്ന് വിറച്ച് മുളവടികൾ താഴെയിട്ട് അവിടേക്ക് ഓടി ചെന്ന് ശവശരീരങ്ങൾ കിടന്ന സ്ഥലം നോക്കി. അവിടെ ശവശരീരങ്ങൾ കാണാനില്ല. യാങ്ഷിൻ ദേഷ്യത്തിൽ ചോദിച്ചു, ആരാടാ നീയൊക്കെ? അവരെല്ലാം എവിടെ പോയി എന്ന് ചോദിച്ച് അവരെ തല്ലാൻ തുടങ്ങി. ശവശരീരങ്ങളെല്ലാം ഗ്രാമത്തലവന്റെ വസതിയിലാണെന്ന് അറിഞ്ഞ യാങ്ഷിൻ അവിടേക്ക് ഓടി. അവിടെ നിന്ന് കേട്ട് ചെയ്താൽ ഗ്രാമത്തലവൻ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ശവശരീരങ്ങൾ പരിശോധിക്കുകയാണ്. അവിടേക്ക് യാങ്ഷിൻ ഓടിയെത്തി. മുന്നിലുണ്ടായിരുന്ന ഭടന്മാരെ എല്ലാം തള്ളി മാറ്റി ഉച്ചത്തിൽ പറഞ്ഞു, അവരെ ഇവിടെ ഇങ്ങനെ ഇടല്ലേ, വേഗം അവരെ എല്ലാവരും പൂട്ടിയിടൂ എന്ന് പറഞ്ഞു. ന്യായാധിപൻ ചോദിച്ചു, ആരാണ് നീ? നിനക്കെന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. യാങ്ഷിൻ പറഞ്ഞു, ഞാനാണ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന യാങ്ഷിൻ. ഈ ആളുകളൊന്നും മരിച്ചിട്ടില്ല. ഞാനാണ് ഇതിനെല്ലാം സാക്ഷി എന്ന് പറഞ്ഞു. എന്നാൽ അവന്റെ വാക്കുകൾ ആരും ചെവികൊണ്ടില്ല. അവനാണ് കൊലയാളി. അവനെ പിടിച്ചു കെട്ടാൻ പറഞ്ഞു ഗ്രാമത്തലവൻ.
എന്നാൽ യാങ്ഷിൻ അവനെ പിടിക്കാൻ വന്നവരെല്ലാം തള്ളി മാറ്റി ഒരു തീപ്പന്തം എടുത്ത് ആ ശവശരീരങ്ങളെല്ലാം തീ പിടിപ്പിച്ചു. എന്നാൽ അധിക നേരം യാങ്ഷിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പടയാളികൾ അവനെ ബന്ധിതനാക്കി. ശവശരീരത്തിൽ പിടിച്ച തീ അവരെല്ലാവരും ചേർന്ന് അതിനെ അണച്ചു. ഇവിടെ സിയോബി യുവരാജാവിനോടായി പറയും, എത്രയും വേഗം എനിക്ക് അവിടെ എത്തിയേ തീരൂ. അവരുടനെ ഉയർത്തെഴുന്നേൽക്കും. യുവരാജാവ് ചോദിച്ചു, ഈ പുനർജനിച്ചവർക്ക് അതിയായ ദുർഗന്ധവും ഒരു വന്യമൃഗത്തെ പോലെ ശബ്ദമുണ്ടാക്കുന്നവരുമായിരുന്നു എന്ന് ചോദിച്ചു. സിയോബി പറഞ്ഞു, അതെ, അങ്ങനെ തന്നെ ആയിരുന്നു അവർ. യുവരാജാവ് ചോദിച്ചു, വൈദ്യർ ലീ വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എന്റെ ഗുരുനാഥൻ മരണപ്പെട്ട ആരെയോ മൃതസഞ്ജീവനി ചെടി കൊണ്ട് രക്ഷിച്ചു എന്ന് പറയും. അപ്പോൾ അവൾ പറഞ്ഞു, എന്റെ ഗുരുനാഥൻ ഹന്യാങ്ങിൽ മരണപ്പെട്ട ആരെയോ മൃതസഞ്ജീവനി ചെടി കൊണ്ട് രക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. രാജാവ് മരിച്ചു. ലീ വൈദ്യർ ഹന്യാങ്ങിൽ ഒരാളെ പുനർജീവിപ്പിച്ചു എന്ന് പറഞ്ഞത് അത് രാജാവിനെ തന്നെയായിരുന്നു. രണ്ടാമത്തെ രാജ്ഞിയും അവളുടെ അച്ഛനും ചേർന്നാണ് ഇത് ചെയ്തത്. കാരണം രാജ്ഞി ഇപ്പോൾ ഗർഭിണിയാണ്. ഒരു മാസം കഴിഞ്ഞാൽ രാജ്ഞി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുമെന്ന പ്രതീക്ഷയിലാണ് രാജ്ഞിയും അച്ഛനും ഉള്ളത്. അതിനു മുൻപ് രാജാവ് മരിച്ചുപോയാൽ ആദ്യ ഭാര്യയിലുണ്ടായ, അതായത് നമ്മുടെ യുവരാജാവാണ് അധികാരത്തിൽ വരിക. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് രാജ്ഞിയുടെ അച്ഛൻ ലീ വൈദ്യരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. അങ്ങനെയാണ് രാജാവ് സോംബിയായി മാറിയതും ലീ വൈദ്യരുടെ സഹായിയെ കടിച്ചു കൊല്ലുകയും ആ ശവശരീരം വൈദ്യശാലയിലുള്ളവർ ഭക്ഷിച്ചത്. അവരെല്ലാവരും സോംബികളായി മാറിയതും ഇതിന്റെ എല്ലാം തുടക്കം മഹാരാജാവിനെ പുനർജനിപ്പിച്ചതാണ്. ഇത് തിരിച്ച് പ്രസന്റിലേക്ക് വന്നാൽ യുവരാജാവിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. സിയോബിയോട് ചോദിച്ചു, ഇത് തെളിയിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും കാര്യം നിന്റെ കയ്യിലുണ്ടോ എന്ന്. സിയോബി പറഞ്ഞു, ലീ വൈദ്യരുടെ കുറിപ്പുകൾ വൈദ്യശാലയുടെ മരുന്നുപുരയിലുണ്ട്. എന്നെ വിശ്വസിക്കൂ, എനിക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ശവശരീരങ്ങൾക്കടുത്തെത്തണം. അങ്ങനെ യുവരാജാവ് സിയോബിയെയും അംഗരക്ഷകരെയും ഗ്രാമത്തലവന്റെ വസതിയിലേക്ക് പറഞ്ഞു വിടുന്നു. യുവരാജാവ് ഒറ്റയ്ക്ക് വൈദ്യശാലയിലേക്ക് പോകുന്നു, ലീ വൈദ്യരുടെ കുറിപ്പുകൾ എടുക്കാൻ വേണ്ടി. വൈദ്യശാലയിലെത്തിയ യുവരാജാവിനെ സൈന്യാധിപനും പടയാളികളും വളയുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് മഹാരാജാവിന്റെ കൽപ്പനയാണ്. നീ രാജ്യദ്രോഹ കുറ്റം പ്രവർത്തിച്ചു എന്ന് സംശയാതീതമായി തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് യുവരാജാവിനെ അന്വേഷണ കാര്യാലയത്തിൽ എത്തിക്കാൻ മഹാരാജാവിന്റെ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട യുവരാജാവ് പറഞ്ഞു, കൽപ്പന നൽകാൻ അതിന് ഈ രാജ്യത്ത് ഇപ്പോൾ ഒരു രാജാവുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് നീയും നിന്റെ അച്ഛനും നിന്റെ സഹോദരിയും ചേർന്ന് എന്റെ അച്ഛനെ നേരെ പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഈ സൈന്യാധിപൻ രണ്ടാമത്തെ രാജ്ഞിയുടെ സഹോദരനും കൂടിയാണ്. യുവരാജാവ് സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവനെ ജീവനോടെ കൊണ്ടുപോകുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കി യുവരാജാവിനെ അവിടെ വെച്ച് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. പെട്ടെന്ന് അതിനുള്ളിലായി ഒരു പെട്ടി അനങ്ങുന്നതായി അവർ കാണുന്നു. ഇത് കണ്ട സൈന്യാധിപൻ ഭടന്മാരോട് പോയി അത് തുറക്കാൻ പറയും. അങ്ങനെ രണ്ട് ഭടന്മാർ ചേർന്ന് അതിനെ പതിയെ തുറക്കുന്നു. അതിൽ നിന്നും ഒരു സോംബി പെട്ടെന്ന് പുറത്തേക്ക് കടന്ന് അതിലൊരു ഭടനെ കടിക്കുന്നു. സൈന്യാധിപൻ അവന്റെ വാൾ ഉപയോഗിച്ച് അതിനെ കുത്തുന്നുണ്ടെങ്കിലും അത് വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. അപ്പോഴാണ് മനസ്സിലാവുക ആ സോംബി മറ്റാരുമല്ല, അത് യുവരാജാവ് അന്വേഷിച്ചു വന്ന് ലീ വൈദ്യരായിരുന്നു. സിയോബിയും യാങ്ഷിനും ചേർന്നാണ് അദ്ദേഹത്തെ ആ പെട്ടിയിൽ അടച്ചു വെച്ചത്. അങ്ങനെ വൈദ്യർ ലീയുടെ സോംബി സൈന്യാധിപനെ കടിക്കുന്നു. ഇത് കാണുന്ന യുവരാജാവ് ആ സോംബിയെ തലക്കടിച്ച് കൊല്ലുന്നു. എന്നാൽ കടിയേറ്റ സൈന്യാധിപൻ സോംബിയായി മാറി കഴിഞ്ഞിരുന്നു. അത് യുവരാജാവിന് നേരെ പാഞ്ഞെടുത്തു. യുവരാജാവ് പെട്ടെന്ന് തന്റെ വാളെടുത്ത് അവന്റെ തല അറുത്തിടുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ സിയോബി അംഗരക്ഷകനും ഗ്രാമത്തലവന്റെ വീട്ടിലെത്തി. അവൾ അകത്ത് കയറിയപ്പോൾ യാങ്ഷിനെ കെട്ടിയിട്ടിരിക്കുന്നു. അവൾ അകത്ത് കയറി എല്ലാവരോടുമായി പറഞ്ഞു, അവൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇവരൊന്നും മരിച്ചിട്ടില്ല. സൂര്യൻ അസ്തമിച്ചാൽ ഇവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് ആളുകളെല്ലാം ആക്രമിച്ച് കൊല്ലും. അതുകൊണ്ട് ഉടനെ ഇവരെ എല്ലാവരും പൂട്ടിയിടണമെന്ന് പറഞ്ഞു. എന്നാൽ ഗ്രാമത്തലവൻ ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവനെയും അവളെയും കൊണ്ടുപോയി പൂട്ടിയിടാൻ പറഞ്ഞു. സിയോബി പോകുന്ന വഴിക്ക് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും എത്രയും വേഗം ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. അങ്ങനെ രാത്രിയായി. മരിച്ചു കിടക്കുന്നവരുടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം അവിടെ തന്നെയുണ്ട്. പെട്ടെന്നൊരു കാവൽക്കാരൻ പറഞ്ഞു, അത് അനങ്ങി. ആൾക്കാരെല്ലാവരും ഭയത്തോടു കൂടി നോക്കി. അവർ ആ അനങ്ങിയ ശവശരീരത്തിന്റെ മുകളിലായി കിടന്നിരുന്ന തുണി മാറ്റാൻ നോക്കി. അപ്പോഴേക്ക് ആ ശവശരീരം ജീവൻ വെച്ച് എഴുന്നേൽക്കാൻ തുടങ്ങി. അവിടെ കൂടി നിന്നവരെല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. അങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. എല്ലാവരും പേടിച്ച് ഭയന്ന് നിന്നപ്പോൾ പെട്ടെന്ന് ഒരാൾ ആൾക്കൂട്ടത്തിൽ നിന്നും അതെന്റെ ഭാര്യയാണ് എന്നും പറഞ്ഞ് അതിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അതിന്റെ കൈ പിടിച്ചത് ആ സോംബി ഭയപ്പെടുത്തുന്ന ശബ്ദത്തോടു കൂടി അവന് മേൽ ചാടി വീണു. രക്തത്തിന്റെ മണം കിട്ടിയതും അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന എല്ലാ സോംബികളും ഉണർന്നു. അവയെല്ലാം കൂടി നിന്നിരുന്ന എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങി. ഇവിടെ സിയോബിയെയും യാങ്ഷിനെയും 2 സെല്ലുകളിലായി അടച്ചു. അടയ്ക്കുന്ന സമയം പുറത്തു നിന്ന് ആൾക്കാരുടെ നിലവിളി കേൾക്കാൻ തുടങ്ങി. ഇത് കേട്ട യാങ്ഷിൻ ആ സെല്ലിന്റെ ഡോർ ഇടിച്ചു തുറന്ന് അവിടെ നിന്നും പുറത്തേക്ക് ഓടി. സിയോബി മറ്റൊരു സെല്ലിലാണ്. നമ്മുടെ യുവരാജാവ് വൈദ്യശാലയിൽ നിന്നും പുറത്തേക്ക് ഓടി കുറെ ദൂരം ചെന്നപ്പോൾ കാണുന്നത് ദൂരെയായി ഗ്രാമത്തലവന്റെ വസതി മുഴുവനായി തീ പടർന്നിരിക്കുന്നു. അവിടെ വെച്ച് എപ്പിസോഡ് 2 അവസാനിക്കുന്നു.